ഇന്ന് സുഹബത്തിന്റെ പഠനമില്ലാത്തതാണ് ലലാലത്തും കുഫറും ശിർക്കും ഈ സമൂഹത്തിൽ കയറി വരാൻ കാരണം. മുസാഹബത്തില്ല. മഹാന്മാരായ സഹാബാക്കളെ കുറിച്ച് തലാമീദ് എന്ന് പോലും പറയാതെ അസ്ഹാബ് എന്നാണ് പറയാറുള്ളത്. സുഹബത്താണ് പ്രധാനം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു നൂറ് കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈലിൽ നിന്നോ കേവലമായ പുസ്തകവായനയിൽ നിന്നോ ഒരിക്കലും കിട്ടുകയില്ല. അല്ലെങ്കിലും വായിക്കാൻ പുസ്തകം വേണമെന്നാണെങ്കിൽ 6 ഗുഹയിൽ വെച്ചുകൊണ്ട് ഇഖ്റ എന്ന് പറയില്ലല്ലോ. അവിടെ പുസ്തകമില്ല, ബോർഡില്ല, ലിപിയില്ല. അങ്ങനെ ഒരു വായനയ്ക്ക് വരും. ഒരു ഉസ്താദിന്റെ ഗുരുത്വം കിട്ടി മുന്നോട്ട് പോയാൽ എഴുതപ്പെടാത്തത് വായിക്കാൻ കഴിയും. ഖൽബിന്റെ ഉള്ളിൽ ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയതുപോലെ ലഫ്ളിയായ ഒരു വഹിയെങ്കിലും ഇറങ്ങും. തേനീച്ചക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ സംശയിക്കണ്ട. പിന്നെ എന്തുകൊണ്ട് മുത്തഅല്ലിമിന് ഇറങ്ങിക്കൂടാ? വൗഹൈനാ ഇലൻ നഹ്ലി. ആ നിലയിലുള്ള ഇൽമു കിട്ടിയാൽ അല്ലാഹു അൽ ഹിക്മ എന്നാണ് പറഞ്ഞത്. എന്താണ് ഹിക്മത്ത്? നാഫിയ ഇൽമ്. എന്താണ് നാഫിയ ഇൽമ്? അതിന്റെ തഫ്സീറിൽ ഔലിയാക്കൾ എഴുതി വെച്ചിട്ടുണ്ട് അൽ മുഅദ്ദിയ ഇലൽ അമലി ബിഹി. അൽ ഹിക്മ അത് മഫൂലല്ലോ. അപ്പൊ അതിന്റെ തഫ്സീറിൽ കാണാം അൽ മുഅദ്ദിയ ഇലൽ അമലി ബിഹി. ഏതെന്നാണോ നമ്മളെ പ്രവർത്തനത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നത് അതാണ് നാഫിയ ഇൽമ്. അതാണ് നാഫിയ ഇൽമ്. അതുകൊണ്ടാണ് ഗസാലി ഇമാം രേഖപ്പെടുത്തിയത് അഖല്ലു ദറജാതി ഫിൽ ഇൽമി അൻ യഅരിഫ അന്നൽ മആസിയ സുമൂമുൻ മുഹ്ലികത്തുൻ മുബ്തിലത്തുൻ ലിഹയാത്തിൽ അബദിയ്യ. ഗസാലി ഇമാമിന്റെ വാക്കുകൾ ഈ സാസിൽ ഓർത്തു പോവുകയാണ്. ഒരു മുതഅല്ലിം ആദ്യമായി മനസ്സിലാക്കേണ്ടത് മിനിമം ഇൽമ് അവൻ ഉറപ്പിക്കലാണ് അന്നൽ മആസിയ തെറ്റുകൾ സുമൂമുൻ അത് പോയസമാണ്, വിഷങ്ങളാണ്. മുഹ്ലികത്തുൻ നശിപ്പിക്കുന്ന വിഷങ്ങളാണ്. മുബ്തിലത്തുൻ പാരത്രികമായ സന്തോഷകരമായ സുരക്ഷിത ജീവിതത്തെയും ബാത്തിലാക്കുന്ന വിഷങ്ങളാണ്, ദോഷങ്ങളാകുന്ന പോയസങ്ങള്. ഇത് മനസ്സിലാക്കാതെ ഇൽമ് പഠിക്കല്ലേ, ഇൽമ് പറയല്ലേ എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി. വലിയൊരു വാക്കല്ലേ അത്. അപ്പൊ ഇൽമ് എന്ന് പറഞ്ഞാൽ കേവലം പ്രയോഗങ്ങളോ പ്രാസഭാഷയിലുള്ള പ്രസംഗമോ ഇതൊന്നുമല്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് വഹി ചാലിച്ചവൻ ഒരു പ്രകാശമാണ്. അതേ പരിവർത്തനത്തിന് വിധേയമാകും. അതേ മനുഷ്യനെ പരിവർത്തനത്തിന് വിധേയമാക്കൂ. അതുകൊണ്ടാണ് ഒരു മുത്തഅല്ലിമിന് വേണ്ട ക്വാളിഫിക്കേഷൻ 1 ഇസ്തിമാ, 2 ഫഹ്മ്, 3 അഖ്ല്, 4 ഇന്തിശാർ. പക്ഷെ ഇന്ന് ഇന്തിശാറാണ് തുടങ്ങുന്നത്. ഇസ്തിമാവും ഫഹ്മും അഖ്ലും ഇല്ല. ഇന്തിശാറും എന്നാണ് ദഅവത്ത് തുടങ്ങുന്നത്. ഒരു കിതാബ് കണ്ടാൽ തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു വിഷയം കിട്ടിയെന്നാ എന്നെ പോലെയുള്ള ആളുകൾ ചിന്തിക്കുന്നത്. കിതാബുകൾ ഇങ്ങനെ നോക്കും, അൽഹംദുലില്ലാഹ് ആളുകളോട് പറയാൻ പറ്റിയൊരു വിഷയം കിട്ടി. ഇവിടെയാണ് ഇൽമു തുടങ്ങുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരാണ് അലിമ്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയോട് പറയുകയാണ്, നബിയേ പറയുക നബിയേ, അധികാരികളുടെയും അധികാരത്തിന്റെയും അവകാശിയും അധികാരിയും അല്ലാഹുവാണേ. തൂത്തി നീ നൽകുന്നതാണ് റബ്ബേ. അൽ മുൽക ഇൽമിനെ നൽകുന്നതാണ്. തൂത്തിൽ മുൽക ലിമൻ തശാ, നീ ഉദ്ദേശിച്ച ആളുകൾക്ക് ഇൽമിനെ നൽകുന്നതാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അൽ മുൽക്കിലേക്ക് ഉയരാൻ പറ്റുന്ന ഇൽമാണ് ഫമൻ യുതൽ ഹിക്മ. ആ ഹിക്മത്താകുന്ന ഇൽമ കൊടുത്തിട്ട് അത് അന്യായമായി ദുരുപയോഗപ്പെടുത്തുകയും അതുകൊണ്ട് ദുൽമ ചെയ്യുകയുമായാൽ അതിന്റെ പ്രഭ കൊടുത്ത ആളിന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചവന് ഊരിയെടുക്കുന്നതാ. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആദർശേരി ഉസ്താദോടെ പറഞ്ഞില്ലേ, അവരുടെ വാക്കിനെ അണ്ടർലൈൻ ചെയ്തത്. തൂത്തിൽ മുൽക്ക, നീ ഇൽമിനെ കൊടുക്കും, മന്തശായി ഉദ്ദേശിച്ച ആൾ കൊടുക്കും. കൊടുത്താലോ
മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഖൈർ ഉദ്ദേശിച്ചവന് കൊടുക്കും. അയ്യജഅൽഹു ആലിമ, ഫത്തുൽ ബാരിയിൽ കാണാം. അപ്പൊ ഇൽമ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് കിട്ടും. കിട്ടിയാൽ ഫഖദ് ഊതിയ, അവൻ നൽകപ്പെട്ടിരിക്കുന്നു ഖൈറൻ കസീറൻ. നക്കിറയാണ്. എവിടുന്നൊക്കെയാണ് ഖൈർ വരിക എന്നറിയില്ല. അടിച്ചു വീശി വരും ഖൈർ. അവിടുന്ന് മുന്നിന്ന് വരും, ബാക്കിന്ന് വരും, വലത്തുനിന്ന് വരും, ഇടത്തുനിന്ന് വരും, മേലിന്ന് വരും, അടിയെന്ന് വരും. ആലിമ നടുവിലായിരിക്കും. നാനാ ഭാഗത്തും ഖൈറായിരിക്കും. പരീക്ഷണം ഉണ്ടാവില്ല എന്ന് അതിനർത്ഥമില്ല. പരീക്ഷണം ഉണ്ടാവും. പരീക്ഷണം ചിലപ്പോൾ ഇസ്സത്താവൂലേ. من كان يريد العزة فلله العزة جميعا إليه يسعد الكلم الطيب والعمل الصالح يرفعه എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൽ പടച്ചവൻ പറയുകയാണ്. ആരാണ് ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നവെങ്കിൽ മനസ്സിലാക്കണേ, ആ ഇസ്സത്ത് എന്നത് അള്ളാഹ്ക്ക് മുഴുവനും അവകാശപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് അവകാശപ്പെട്ട ഇസ്സത്ത് ആർക്കാണ് കിട്ടുക? യസ്അദു ഇലൈഹിൽ കലിമത്ത് ത്വയ്യിബു, അത്വയ്യിബായ കലിമത്തുകൾ മേലേക്ക് ഉയരും എന്നത് നിങ്ങൾക്കറിയാലോ. അത് 3 നിലയിലാണ് ഉയരല്. ദിനംപ്രതി മനുഷ്യന്റെ സകല അമലുകളും, അത് കലിമത്ത് മാത്രമല്ല, അവൻ ചെയ്യുന്ന എല്ലാ അമലുകളോ ഉപരിലോകത്തേക്ക് ഉയരുന്നതാ. അത് 3 നിലയിൽ ഉയരുന്നുണ്ട്. എല്ലാ പകലിന്റേതും ഉയരുന്നത് അസ്ർ നിസ്കാരത്തോടെയാണ്. അതുകൊണ്ടാണ് അസ്ർ നിസ്കാരം വെച്ചുകൊണ്ട് പടച്ചവൻ സത്യം ചെയ്തത്. വൽ അസ്രി, അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. കാരണം പകൽ സമയത്ത് അമലുകൾ ഉയരുന്നത് അസ്ർ നിസ്കാരമെത്താണ്. അപ്പൊ അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. പിന്നെ രാത്രിയുടെ അമലുകൾ ഉയരുന്നത് അത് ഫജ്ർ നിസ്കാരമെത്താണ്. അതുകൊണ്ട് ഫജ്ർ വെച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അത് എല്ലാ ദിവസങ്ങളിലും. എന്നാൽ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ഉയരുന്നുണ്ട്. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. കൊല്ലത്തിൽ ഒരു മാസം മൊത്തം ഉയരും. അത് ഈ ശഅബാനില, അത് ഈ ശഅബാനിലാണ്. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. മുസ്തഫ നബിയോട് ചോദിക്കപ്പെടുകയാണ്, റമദാൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവും അനുഷ്ഠിക്കുക എന്ന കാർക്കശ ബോധത്തിൽ ദിനം പ്രതി നോമ്പനുഷ്ഠിക്കുന്നത് ശഅബാനിനെ പോലെ അങ്ങേ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വശഹ്റു ശഅബാൻ ബൈന റജബിൻ വറമളാൻ യഗ്ഫലു الناس عنه وفيه ترفع أعمال العباد إلى رب العالمين فأحب أن يرفع عملي وأنا صائم نبينا رسول الله صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك زين الأنبياء السلام عليك أتقى الأتقياء الله 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 الله. മഞ്ഞുകാല പ്രഭാഷണമായതുകൊണ്ട് സൗണ്ടിലേക്ക് മഞ്ഞിറങ്ങിയിട്ട് ചെറുതായിട്ട് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആലോചനയാണെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ബെയ്ത്ത് ഇല്ല എന്നുള്ള എൻ്റെ ഒരു ഹോബിയാണ്. അതുകൊണ്ട് ബാക്കിലിരിക്കുമ്പോൾ എല്ലാരും കൂടി ഞാൻ അത് പീഠം മാറ്റണ്ടെന്ന് പറഞ്ഞതാ. ഇനി ഇങ്ങനെ ആക്കിപ്പോയി എന്ത് ചെയ്യും? ആ ഒരു ഉസ്താദ് കണ്ട് തള്ളിയും ചെയ്തു. അവരെ തള്ളലല്ലോ നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ. അവരെ നെഞ്ചത്തടി തലക്കടി തള്ളുക ഇതൊക്കെ നല്ലതാണ്. ഇത് തൊള്ളോണ്ടുള്ള തള്ളലല്ല, നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട ഒരു ഗുരുവര്യനാണ് മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഞാൻ സബക്കിൽ ഇരിക്കണ ഏതെല്ലാം സമയത്തുണ്ടോ അപ്പോഴൊക്കെ നല്ല അവസ്ഥാനം പറയാറുണ്ട്. നല്ല അവസ്ഥാനം ഞാൻ 23-ാം വയസ്സിലും മനപ്പാടാക്കിയിട്ടുണ്ട്. അവരെ കാണുന്നതിന് മുമ്പ് ഉസ്താദിന്റെ മിക്കവാറും സബക്കിൽ വരുന്ന 3 ആളുകളാണ്. ഒന്ന് കക്കിടിപ്പുറം ഷെയ്ഖുന, എല്ലാ ദർസിലും പിന്നൊന്ന് ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ ഉസ്താദിന്റെ ഉസ്താദാണ്. പിന്നൊന്ന് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ ഇടക്കിടക്ക് പറയും. പിന്നെന്ന് പറയൽ നല്ല സ്ഥാനം
നല്ല ഉസ്താദിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ സന്നദ്ധാന സമ്മേളനം അടുത്ത 9-ാം തീയതി ഇൻഷാ അല്ലാഹ് ഈ മുത്താലിമിനെയാണ് വാള ഉസ്താദ് എന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാവും എല്ലാ ഉസ്താദ്. ഇവരമ്മിൽ ഇങ്ങനെ ഇരിക്കണേ കാണാൻ തന്നെ വലിയൊരു രസമാണ്. അള്ളാഹു ഇരുവർക്കും നമുക്കൊക്കെ അവന്റെ ത്വാഅത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പിറകു നോക്കുമ്പോഴും പ്രസംഗിക്കാൻ ആണ്ട് സാലിം ഹുസൈനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വേറെയും കുറെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് 2-3 കലിമത്ത് പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് മനസ്സിലായ ചില പൊട്ടും പൊടിയും അതില് സഫാത്തായിരിക്കും. നിങ്ങളെ ഷഫാത്തിന് വേണ്ടി സഫാത്ത് വിടുക എന്ന് മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. ഖുലില്ലാഹുമ്മ, ആ മുൽക്ക് എന്താണ്? ആ മുൽക്ക് ഇൽമാണ്. അതല്ല മുൽക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തിന് ഇൻസൾട്ട് ആക്കല്ലോ, പറ്റില്ല, വിലപ്പോവില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് പാകിസ്ഥാനിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. അതൊക്കെ പരിമിതമാണ് അധികാരം. എന്നാ ഷാഫി ഇമാം കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ കേരളം മൊത്തം ഷാഫി ഇമാമിന്റെ കൗലിലല്ലേ? അതാണ് മുൽക്ക്. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും 5 കൊല്ലത്താണ്. പിന്നെ ജയിച്ചാൽ ഷാഫി ഇമാമിന് 5 കൊല്ലാണോ? ഇമാമിങ്ങൾക്ക് 5 കൊല്ലാണോ? അപ്പൊ എന്താണ് മുൽക്ക്? ഞാൻ തഫ്സീർ പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകൾക്ക് ഓടൂല. അപ്പൊ നാടെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇതല്ലാതെ എന്താ മുൽക്ക്? ഇത് സ്ഥായിയായ മുൽക്കാണ്. ദുനിയാവിൽ ഇങ്ങനെയാണെങ്കിലോ പിന്നീട് വരുന്നതൊക്കെ ആലിമ്യങ്ങൾക്ക് ഉയർച്ചയാണ്, ഉയർച്ചയാണ്, ഉയർച്ചയോട് ഉയർച്ചയാണ്. അതിൽ ആലിമപ്പെട്ട് പിന്നെ വേറെ ആലിമിനെ സെപ്പറേറ്റ് എന്നിട്ട് ജമ്മാക്കി പറഞ്ഞു എത്രയൊന്നും കണക്കാക്കാൻ പറ്റൂല. ദറജ അങ്ങോട്ട് കിട്ടും. എല്ലായിടത്തും ആലിമല്ലേ എന്നറിഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ മൊത്തം ആലിമ. അള്ളാഹിനെ പേടിയുള്ള യഥാർത്ഥ ആലിം തന്നെയാണ് സത്യം. ഇദാ ഹവാ, ഖബറിലേക്ക് ഇറങ്ങിപ്പോയാൽ. ഞാൻ അൻവരി എന്ന വാക്ക് അതിലേക്കാണ് അതൊക്കെ തരുന്നത്. വന്നജ്ം, യഥാർത്ഥ ആലിമിനെ കുറിച്ച് നജ്ം എന്നാണ് ഖുർആൻ പറയുന്നത്. വന്നജ്ം, യഥാർത്ഥ ആലിം തന്നെയാണ് സത്യം. ഇദാ ഹവ, ആലിമ ഖബറടക്കപ്പെടുന്നതിനെ കുറിച്ച് അള്ളാഹ് പറയുന്ന ഒരു ശൈലി. വന്നജ്ം ഇദാ ഹവ, അതിലൊക്കെ പെടാൻ പറ്റുമെന്ന് പറഞ്ഞാ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാന്റെ വലിയ തെരഞ്ഞെടുപ്പാണ്. ഞാൻ എന്റെ അനുജ സഹോദരന്മാരോട് പറയാണ്, അള്ളാഹുവിന്റെ വലിയ തെരഞ്ഞെടുപ്പാ. ഇനി ഇത് കളഞ്ഞു കുളിക്കരുത്. എന്റെ 2 ഉസ്താമാരും പറയാറുണ്ട്. മുഹമ്മദ് വാക്കോയി പൂക്കോട്ടൂർ, മമ്മിൻകുട്ടി ഉസ്താദ് എപ്പോഴും പറയലുണ്ട്, ഒരു മുത്തഅല്ലിം ഇടക്കാലത്ത് ചിന്തിക്കാണ്, എനിക്കൊരു ഡോക്ടർ ആയാൽ മതിയായിരുന്നു. ഡോക്ടർ ചെറിയ ആളല്ല. എനിക്കൊരു എഞ്ചിനീയർ ആയാൽ മതിയായിരുന്നു. ആള് ചെറിയ ആളല്ല. അല്ലെങ്കിൽ എനിക്കൊരു പോലീസുകാരനായ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ അവനെ പോലെ ഇൽമിനെ തരം താത്തുന്നവൻ ഈ ഭൂമിയിൽ വേറെ ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഫീൽഡിൽ അള്ളാഹ് നമ്മളെ എത്തിച്ചില്ലേ, ഈ യൂണിഫോമിലായില്ലേ. മുത്താലിമിന്റെ ഷിയാറിനെ കുറിച്ച് തന്നെ മലായിക്കത്തിന്റെ അജ്നിഹത്താണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തി. ലതലഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിളം ബിമാ യസ്നഉ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ അജ്നിഹത്ത് ഷിയാറാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതന്നെയാണ് മലക്കുകളുടെ ചെറു. കാരണം വേഷം ദോഷങ്ങളെ തൊട്ട് തടയും, ഉറപ്പാണ്. ഞാൻ ഈ തലയെക്കെട്ട്, ഈ ജുബ്ബ, ഇത്തുണി എടുത്തിട്ട് സിനിമാ തിയേറ്ററിൽ കയറില്ല, ഒരു സംശയം വേണ്ട. അതിനർത്ഥം ദൂരിട്ട് കയറുന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ അർത്ഥം വെക്കണ്ട. അവിടെ മഫ്ഹൂം മുഖാലഫ ഇല്ല. പഴയ കാലത്ത് ഗൾഫിൽ പോയ ആളുകൾ എഴുതലുണ്ട്. പഴയ കാലത്ത് എഴുതിയ ആളുകളൊക്കെ സസ്ലിക്കുണ്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ കണ്ട് വായിച്ചറിയുവാന്ന്. അതിനർത്ഥം പ്രിയപ്പെടാത്ത ഭാര്യ വേറെ ഉണ്ട് എന്നല്ല. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാത്തതിന്റെ ഉടമ വേറെ ആളെന്ന് അർത്ഥം വെക്കരുത് കേട്ടോ. ഞാൻ ഇന്നുവരെ സിനിമാ തിയേറ്ററിന്റെ ഉള്ളു പോലും കണ്ടിട്ടില്ല, അള്ളാന്റെ തൗഫീഖോട് കൂടി. ചെറുപ്പത്തിലും കണ്ടിട്ടില്ല, എപ്പോഴും കണ്ടിട്ടില്ല. സിനിമാ തിയേറ്റർ കണ്ടാൽ പേടിക്കുന്ന അവസ്ഥയിലാണ് വാപ്പിയമ്മയൊക്കെ നമ്മളെ വളർത്തിയത്. അതുകൊണ്ട് അതിന്റെ ഉള്ളിലെ കസേര പോലെ എങ്ങനെ ഇട്ടിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനത് പറയാൻ കാരണം ഇന്നത്തെ ഒരു കാലാണ്, എവിടെങ്കിലും വിട്ട് കണ്ട പറയണം സിനിമ ഉണ്ട് വരിക എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് ഷിയാറിന്റെ ബഹുമാന. വേഷം ദോഷങ്ങളെ തടുക്കും, ഒരു സംശയം വേണ്ട, അതിന് സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ഷിയാറിനെ കുറിച്ച് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞത്. അള്ളാഹു ആ ഷിയാർ പരിരക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അള്ളാഹ് പറയുകയാണ് ആ ആയത്തിൽ തന്നെ, തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി. തുഖ്രിജുൽ ഹയ്യ, അള്ളാഹു ആലിമിനെ കൊണ്ടുവരുന്നതാണ്. മിനൽ മയ്യിത്തി, ജാഹിലായ വാപ്പയിൽ നിന്ന് ആലിമിനെ കൊണ്ടുവരുന്നതാണ്.
ഈ സദസ്സിൽ തന്നെ ആലിമല്ലാത്ത വാപ്പാന്റെ ആലിമായ മകൻ ഇതിലുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വാപ്പാനെ ഖുർആൻ ഇങ്ങനെ വിശേഷിപ്പിച്ചാലും എന്താണ് മയ്യത്ത് എന്ന് പറഞ്ഞത്? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമിന്റെ അഭാവത്തിൽ മുഴുവനും മയ്യത്താണ്. അവര് രക്ഷപ്പെടൂലേ? രക്ഷപ്പെടും. മഹാനായ ഇമാം നവവി തങ്ങള് ദർസ് നടത്തുന്ന സമയത്ത് അങ്ങോട്ട് ഓതാൻ പോകുന്ന ഒരു മുത്തഅല്ലിമ് അവരെ വാപ്പയും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടു. നമ്മളെ മോനെ വലിയ മഹാനായി, നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഇൽമും കാര്യങ്ങളായിട്ട് നമ്മളൊരു നാടന്മാരായിട്ടും ജാഹലിയങ്ങളായിട്ടും നീങ്ങാണ്. അവന്റെ അടുത്ത് ഓതാൻ വരുന്ന ആളുകൾ തന്നെ ഔലിയാക്കള്, നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദ്, ലോകം മുഴുവനും താങ്ങുന്ന ആള്. നമ്മള് ജാഹലിയങ്ങള് നാളെ സ്വർഗത്തുക്കും പോകും, നമ്മൾ എന്താവോ എന്ന ആശങ്ക, ഭീതിയുടെ ആധിക്യത്തിൽ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുത്തഅല്ലിം കേട്ടു. നേരെ ഉസ്താദിനോട് പറഞ്ഞു, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവാവി ഇരിക്കുന്ന തദ്രീസിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞൊടിയിടയിൽ സടകുടഞ്ഞ് നിൽക്കുകയാ. ഉമ്മാന്റെ അരികിൽ പോയിട്ട് പറയുകയാണ്, ഉമ്മാ, ഈ പാവപ്പെട്ട മോനെങ്ങാനും പടച്ചവന് സ്വർഗത്തിലേക്കുള്ള സൗഭാഗ്യത്തിന്റെ അവസരം തന്നാൽ ഉമ്മാന്റെ ബാപ്പാന്റെ കൈപിടിക്കാതെ ഞാൻ പോകൂല ഉമ്മാ. അൽ വാലിദാനി ബാബാനി ലൽ ജന്ന. ഞാൻ എന്റെ സദസ്സിലുള്ള എന്റെ അനുജ സഹോദരന്മാരായ അൻവരികളോട് പറയുകയാണ്, നമ്മൾ എത്ര വലിയവരായാലും സമുന്നതമായ സ്ഥാനത്ത് വിരാജിച്ചാലും ആളുകൾ നമ്മൾ എത്ര പൊക്കിയാലും എത്ര വലിയ പ്രഭാഷകന്മാരായാലും ഉമ്മാന്റെ മുമ്പിൽ മകനാണ്, ബാപ്പാന്റെ മുമ്പിൽ മകനാണ്. അവരുടെ മനസ്സിൽ എങ്ങാണ്ടും ഒരു അനിഷ്ടം നമ്മുടെ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ ശേഷി കൊണ്ടോ ഉണ്ടാക്കിയാൽ നമ്മുടെ ദർസിനടക്കം ബാധിക്കും, നമ്മുടെ പ്രസംഗത്തിനടക്കം ബാധിക്കും. ഒരു സംശയവും വേണ്ട. ഗുരുത്തം എന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഗുരുത്തം എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അബൂ യൂസുഫ് റളിയല്ലാഹു വലിയ പണ്ഡിതനാണ്, ഹദീസിന്റെ ലക്ഷപ്രഭുവാണ്. അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. പക്ഷെ ചോദിക്കാതെ ദർസ് തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ഉസ്താദന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടല്ല ദർസ് തുടങ്ങുക. എന്നാൽ തെറ്റാണോ? തെറ്റല്ല. ധിക്കാരത്തിലാണോ? ധിക്കാരത്തിലല്ല. സംഗതി പരസ്യത്തിൽ രണ്ടൊന്നായിരിക്കും. ഒരു പ്രവർത്തന, ഒരു വാക്ക് കണ്ടിട്ട് ഒരാളെ കുറിച്ച് അന്തിമമായിട്ട് വിലയിരുത്തരുത്. നോക്കൂ, അബാ വസ്തക്ബറ, അതാ അബന്നാണ്. ഫഅബൈന അൻ യഹ്മിൽന, അവിടെ അതേ ലഫ്ളന്നെ ഉള്ളത്. അബാ വസ്തക്ബറ, അവിടെ അബയാണ്, ഇവിടെ അബാന്ന് ഉപയോഗിച്ചത്. കാരണം ഒന്ന് ഇസ്തിക്ബാറാണ്, മറ്റൊന്ന് ഇസ്തിസ്ഖാറാണ്. ഒരാള് പരസ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ അയാളെ അഹങ്കാരി എന്ന് പറയരുത്. ഇപ്പൊ മലക്കൾ പറഞ്ഞ വാക്ക് നോക്കൂ, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു. ഓ, എന്താണ് ആ വാക്ക്? നമ്മളൊക്കെ പറഞ്ഞ നിങ്ങൾ പറയും, ഓ അഹങ്കാരത്തിനൊക്കെ തൊലിക്കെട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അപ്പൊ തന്നെ പൊക്കി നമ്മളെ ഭാഷയിൽ. പിന്നെ മറ്റൊരു താഴ്ത്തി അതജലു ഫിയാ, ഇതെങ്ങനെ പറയാം നമ്മള്? അപ്പൊ പരസ്യമായിട്ട് നമ്മൾ ഒന്നും ഒറ്റയടിക്ക് സോഷ്യൽ മീഡിയയിൽ മേടരുത്. ആരെ കുറിച്ച്? ആള് ഒരു അഹങ്കാരം കണ്ടില്ല. ആരാണ് അയാള്? അയാളെ നീയത്ത് എന്താ നമുക്കറിയില്ല. ഇന്നത്തെ കാലം അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഷയത്തിൽ അങ്ങനെയാണ്, പരസ്യമായിട്ട് പറയരുത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ ചില പ്രസംഗം കേട്ടിട്ട് ചിലർ സോഷ്യൽ മീഡിയ പറയും, ഓ കണ്ടില്ലേ. അപ്പൊ മലക്കളി പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാ? ചിലപ്പോ നിഅമത്ത് പറയാൻ വേണ്ടി പലതും പറയും. അത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിരുന്നു, ശംസുലമ പറഞ്ഞിരുന്നു. ഒറ്റടിക്ക് പോയി മഹാന്മാരായ അലിമീങ്ങളെയും സയ്യിദന്മാരെയും അവമതിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ ആഖിബത്ത് സൂക്ഷിക്കണേ. അല്ലാഹു എന്നെയും മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇൽമ എന്നത് സമുന്നതമായ നിധിയാണ്, അതിന്റെ മേലെ നിധിയില്ല. അതുകൊണ്ടാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്, ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത് വ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. അവിടുത്തെ മിൻഹാജിന്റെ തുടക്കം തന്നെ അങ്ങനെയല്ലേ? ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഈ ഒരു സ്ഥാപനത്തെ, ഈ സംരംഭത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഓടി നടക്കുന്ന ഭാരവാഹികള്, ഇതിലേക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരെ, സൗകര്യം ചെയ്തു കൊടുക്കുന്ന നാട്ടുകാരെ,
മറുനാടുകളിലുള്ള മൊയ്ബീങ്ങളെ, ഫൈനൽ ഇസ്തിഗാല എന്നാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. അതിൽ കമ്മിറ്റിക്കാര് പെടുന്നതാ, പ്രവർത്തകന്മാര് പെടുന്നതാ, ഉസ്താദുമാര് പെടുന്നതാ, നാട്ടുകാര് പെടുന്നതാ, അഭ്യുദയകാംക്ഷികൾ പെടുന്നതാ, എല്ലാരും പെടുന്നു. ഓരോരുത്തർക്കും മനസ്സിലാക്കാം. നബിമാമിന്റെ ഓരോ വാക്കുകൾ അങ്ങനെയാണ്. ഖുർആൻ തന്നെ അങ്ങനെയല്ലേ? ഖുർആൻ അള്ളാന്റെ വാക്ക. വലിയ വലിയ ആളുകളുടെ വർത്താനം ചെറിയവർക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ഖുർആന് 5ാം ക്ലാസ്സിൽ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു ശൈലിയിലുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഇൽമയിലുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ മര്യാദക്ക് വായിച്ചാൽ ആൾക്കും കുറച്ച് കാര്യം അതിൽ കിട്ടും. ഒരു സാഹിത്യകാരെടുത്ത് നോക്കിയാൽ അതും വെറുതാവില്ല. ഒരു സംഗീതജ്ഞന് മുമ്പിലാണെങ്കിലും ആത്മാവിന്റെ സംഗീതം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ദാലിക്കൽ കിതാബ് നമുക്കതൊരു ഇഷാറത്തിന്റെ ഇസ്മ, പക്ഷേ ദാലിക്ക ഇഷാറത്തിന്റെ ഇസ്മ. അൽ കിതാബ് നിക്റയിൽ അവിടെ അലിഫ്ലാം വന്നിട്ട് മാരിഫയാക്കി. അങ്ങനെ ചിന്തിച്ചാൽ ഒരു വലിയ ലോകം തോന്നും. ലാ റൈബ ഫീ വലാ റൈബ, വാവ് കൊടുത്തില്ല. വാവ് കൊടുത്തില്ല എന്തുകൊണ്ട് എന്നതിന് കിതാബ്. ഇതാണ് ഖുർആൻ. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. വലാ റൈബ ഫീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് കിതാബുണ്ട്. വാവ് എന്തുകൊണ്ട് കളഞ്ഞു? അത് തൈക്കീതാണെന്ന് പറയും. തൈക്കീതല്ലല്ലോ, അപ്പൊ മാനവീയ തൈക്കീതാന്ന് പറയും. ആ മാനവീയ തൈക്കീതാണെങ്കിൽ അതിന് വേറെ ലോകം തുറക്കും. ഉമൂമിന് ഫായിദ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ പഠിച്ചാൽ ദാലിക്കൽ കിതാബ് 10 കൊല്ലം പഠിച്ചാലും തീരൂല. ഹുദൻ പെട്ടെന്ന് നമ്മൾ പറയും. പഠിച്ച നഹവനുസരിച്ചുകൊണ്ട് ഒറ്റടിക്ക് പറയും. ഹുദൻ മസ്തറാണ്, കാരണം മുബാലകത്തിനാണ് എന്ന്. അവിടെ ചോദ്യമുണ്ട്, മസ്തർ എന്തുകൊണ്ട് മുബാലകത്തിനായി? അവര് പഠനമുണ്ടല്ലോ. അവിടെയാണ് ആശയത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റും. എന്തുകൊണ്ട് മസ്തർ മുബാലകത്തായി? എന്തുകൊണ്ട് മാലി ആയിക്കൂടാ? എന്തുകൊണ്ട് മുലാരി ആയിക്കൂടാ? എന്തുകൊണ്ട് അവിടെ ഹാദി എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഹദാ എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് യഹ്ദി എന്ന് പറഞ്ഞില്ല? അപ്പൊ നമുക്ക് വരാനുള്ളത് അത് മുബാലകത്തിനാ. കാരണം മസ്തർ എന്താ മുബാലകത്തിനായത് ചോദ്യല്ലേ? സുബ്ഹാനല്ലാഹ്. ധൈര്യമുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ സഫാത്തുണ്ടെങ്കിൽ മൂക്കിന് തൊള്ളട്ടിട്ട് പഠിപ്പിക്കാൻ അധികാരമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഇറങ്ങി പോടാന്ന് പറയാൻ അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ധൈര്യമുണ്ട്. ഏതായാലാട്ടെ, ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു വാതിൽ തുറന്നു തരാണ്. ഇവിടുന്ന് ബിരുദെടുത്താ പിന്നെ തുടങ്ങേണ്ട പഠനം ഇതാണ്. എന്തുകൊണ്ട് മസ്തർ മുബാലകത്തായി? ബിരുദം വരെ നമ്മളത് പഠിച്ചല്ലോ. നീ ബിരുദെടുത്താ അവിടുന്ന് തുടങ്ങണം. മസ്തർ എന്തുകൊണ്ടാ മുബാലകത്തായത്? അതൊരു ചോദ്യല്ലേ? അത് മസ്തറാണ് മുബാലകത്തിനാണെന്ന് പറഞ്ഞ് നിർത്തിയ ഇൽമ അവസാനിക്കോ? അതിന്റെ അപ്പുറത്ത് പോകുമ്പോൾ വലിയ ലോകം. എന്താ മസ്തർ മുബാലകത്തിനായത്? എന്താ മാലി ആവാന്? എന്താ മുലാരി ആവാന്? എന്താ ഇസ്മുഫായിൽ മുബാലകത്തായിക്കൂടെ? പറ്റൂല. എന്തുകൊണ്ട്? ഇപ്പൊ ഖുർആനെ കുറിച്ച് അവിടെ ഹദാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ മാത്രം ഒതുങ്ങും. കഴിഞ്ഞ കാലത്തൊക്കെ ഖുർആൻ കുറെ ഹിദായത്താക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പത്തെ ഉറപ്പിക്കാൻ പറ്റൂല. മുലാരിയിട്ട് വരികയാണെങ്കിലോ ഇപ്പോഴൊന്നും ഖുർആൻ ശരിയായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ വേറെ ആള് വരാണ്ട്. അയാള് കുറച്ച് കൂട്ടിച്ചേർത്താൽ ഖുർആൻ എല്ലാരെയും ഹിദായത്ത് നൽകും എന്നായി. ഇസ്മുഫായിലാണെങ്കിലോ വർത്തമാന കാലത്തിൽ ചുരുങ്ങും. ഇപ്പൊ എല്ലാവർക്കും ഖുർആൻ ഹിദായത്താക്കി തരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ടെക്നോളജി ഒന്നും കൂടി വികസിക്കും. അപ്പൊ ഇവിടുന്നൊക്കെ വിടും. ഇപ്പൊ നമ്മളെ മൊബൈൽ ഇങ്ങനെ നേരത്തെ കുത്തിന്ന് ഇപ്പൊ തോണ്ടാണ്. ഇനി അടുത്ത കാലത്ത് തൂത്താവും. നോക്കണേ നിങ്ങള്, എവിടെ പോയാലും തോണ്ടല്ലേ എവിടെ പോയ നിസ്കാരത്തെ തോണ്ടുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ചൂടുകാലത്ത് നമ്മളെ നാട്ടില് ഭാര്യയും ഭർത്താവും ഒപ്പം കിടക്കുക. അപ്പൊ രണ്ടാളെ ചവിട്ടിൽ ഇയർഫോൺ വെച്ചിട്ടാ. അങ്ങനെ ഇപ്പൊ വേറെ ചെയ്തിട്ടാലോ കിടക്കല്. പിന്നെ സംസാരമില്ല. വീട്ടിലേക്ക് 40-50 ആളുകൾ ഉണ്ടാവും. ചെരുപ്പ് 100 സുക്കൂത്താണേക്കാരം. മസ്കൻ ആയതുകൊണ്ടല്ല, ഓരോരുത്തർക്ക് ഇതിലാ പണി. ഉമ്മ തലവേദനയായിട്ട് കിടക്കായിരിക്കും. ഗുളി കൊടുത്തിട്ടുണ്ടാവില്ല. ഇതിന് ഫ്രണ്ട്സിലും കൂട്ടുണ്ടാവും. ഭാര്യ ഭർത്താവും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ കിടക്കാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് തന്നെ എടുത്തു നോക്കുമ്പോ അടുത്ത് കിടക്കുന്ന ഭാര്യനെയാണ്. എനിക്ക് ചൂടെടുക്കണ്ട, നിങ്ങൾ കുറച്ച് നീങ്ങി കിടക്കുന്ന. കാരണം സംസാരിക്കാൻ പറ്റണില്ല. കാരണം ഇതിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ഇതിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ മുമ്പേ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു ഉമ്മാമ
ഒരു മൂല്യർക്ക് വിളിച്ചു പറഞ്ഞു പേരക്കുട്ടിന്റെ തലവേദന. ഞാനല്ല കേട്ടോ, വേറെ മൂല്യര് ചികിത്സിക്കുന്ന ആളുകൾ, നമുക്ക് ചികിത്സ ഒന്നുമില്ല. അപ്പൊ അയാൾ പറഞ്ഞു താൽക്കുറിച്ച് ഓതിട്ട് മന്ത്രിക്കാൻ. ഇമ്മാമ 7 ദിവസം അയാൾ പറഞ്ഞ പോലെ മന്ത്രിച്ചു. 8ാം ദിവസം തലവേദന കൂടുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂല്യർക്ക് വിളിച്ചു, നിങ്ങൾ പറഞ്ഞ പോലെ മന്ത്രിച്ചു, പക്ഷെ ഇത് ഓവറാവുന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പൊ മൂല്യര് പറഞ്ഞു നിങ്ങൾ ശരിക്കും ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടോ? മഖ്റജ് തെറ്റാതെ. ശരിക്കും ഓതിയിട്ടുണ്ട്, എന്നാ ഓതി കാട്ടിയിരുന്നു. അപ്പൊ ഉമ്മാമാക്കാണെങ്കിൽ ഓതാൻ കഴിയണില്ല. എനിക്കറിയില്ല മൂല്യരെ. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ എങ്ങനെയാ മഖ്റജ് തെറ്റാതെ നിങ്ങൾ ഓതി മന്ത്രിക്കാം? അതിലാണ് ഇമാം പറഞ്ഞത്, മൊബൈലാണ്ട് ഓണാക്കുന്നിട്ട് ഹറമിൽ ഇമാം ആയത്തുൽ കുർസി ഓതിന് അവിടെ വെക്കും. ഇമാം ഓതി കഴിഞ്ഞാൽ ഇമാമ ഓതും, ഓത്ത് ഇമാമ് ഊത്ത് ഇമാമ. പിന്നെ എങ്ങനെ ഇപ്പൊ തലവേദന മാറി? മുത്താലിമീങ്ങളുടെ കയ്യിലും തന്നെയാണ്. ലമീർ മടങ്ങണ ഇപ്പൊ നീക്ക, നമ്മള് ഹിയാന്ന് മടക്കിന്ന് പുറത്തേക്കാ, ഇപ്പൊ ഈ അതിന്റെ ഉള്ളിക്കാ മടങ്ങണ. ബലാലാമോബൈലേ മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. എന്റെ ദർസിൽ ഒരു കുട്ടി അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടപ്പോ ഞാൻ അപ്പൊ പോയി ഉണ്ടാക്കിയ ഒരു കവിതയാണ്. ഓൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ബലാലാമോബൈലേ മുതഅല്ലിമേ കലാം ലാഭിച്ചിടോ മുതകല്ലിമേ. നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടമില്ല നാടപേടി എങ്ങോട്ടെന്നേ. നിന്നും ഇരുന്നും കിടന്നും നാം നോക്കുന്നേ, നെന്മാനാശത്തിലായി കലാശിക്കുന്നേ. ഞാൻ മൂന്നാമതായി എന്റെ പ്രിയപ്പെട്ട അനുജ സഹോദരന്മാരോട് പറയുന്നത്, മൊബൈൽ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ ഓൻ പരമബുദ്ധിയാണ്, പക്ഷെ നിയന്ത്രിക്കണം. പഴയ ഇമാമിങ്ങളുടെ കിതാബ് പൊടിയട്ടിയിട്ട് എടുത്ത് നോക്കുമ്പോൾ ആ ബർക്കത്തുണ്ടല്ലോ, ഈ സാധനത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. രണ്ടാമത് ഞാൻ പറയാം, മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നവന് മെമ്മറി കുറയും. അപ്പൊ ഇൽമുണ്ടോ? ഇൽമുണ്ട്, റേഞ്ച് ഉണ്ടെങ്കിൽ. റേഞ്ച് ഇല്ലെങ്കിലോ ഇൽമില്ല, തലയിലുണ്ടാവൂല. ഇൽമി ഫി മുബൈലി വമുബൈലി ഫി സുന്ദൂഖി വസുന്ദൂഖി ഫി ബൈത്തി. അപ്പൊ നതീജ എന്താ? ഫഇൽമി ഫി ബൈത്തി. ഇവിടേക്കാണ് ഉമ്മത്ത് പോണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മര്യാദക്ക് ഒരാൾ ഒരു വിഷയം ചോദിച്ചാൽ നിന്ന് നിപ്പിൽ പറയാൻ കഴിയില്ല, എടുത്തോക്കാണ്. റേഞ്ച് ഇല്ലേ? ജാഹില്. റേഞ്ച് ഉണ്ടോ? ആലിം. സഹായത്തിന് ഇതൊക്കെ പറ്റും, ഇതൊക്കെ വസായിലാണ്, ഒന്നും പാടെ നിഷേധിക്കാൻ പറ്റൂല. പക്ഷേ ആ പഴയ ഇമാമിയങ്ങളെ കിതാബിന് എടുക്കാം, ആ മുസന്നിഫിന്റെ ഒരു ഫാത്തിഹ ഓതുക, എന്നിട്ടൊന്ന് ഇബാറത്ത് നോക്കാണ്. അതിന് കിട്ടുന്ന ഒരു ഹിഫ്ളുണ്ട്, അത് നിങ്ങൾ എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും യന്ത്രങ്ങളിലൂടെ കിട്ടൂല. ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജ സഹോദരന്മാരോട് ഞാൻ കൽപ്പിക്കുകയില്ല, ഉണർത്തുകയാണ്. ഞാൻ ചെയ്യുന്നതെങ്കിലും എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാലോ, അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ദീർഘമായി പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നല്ല ഉസ്താദിന്റെ നമ്മുടെ പ്രായത്തിലുള്ള ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്തേതുപോലെയല്ല ഇപ്പോഴത്തെ ദഅവത്ത്. മോനെ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം ഖുത്ബയാണ്. ആ ഖുത്ബയിൽ പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉമർ ഇബ്നുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും കൂടിയിട്ട് കത്തിച്ച് കൊന്നുകളഞ്ഞതാ. ഇത് കവല പ്രസംഗത്തിലല്ല, മിമ്പറിന്റെ മേലെ കയറിയിട്ടുള്ള ഖുത്ബയിലാ. അതിനെ ഉദ്ധരിക്കണതോ പറയുന്ന ആളെന്നെ പറഞ്ഞേ, ഞാൻ ഷിയാക്കളെ കിതാബില്ല ഉദ്ധരിക്കണത്. മുസന്നഫ് ഇബ്നു അബീ ശൈബ അറിയില്ലേ? മുസന്നഫ് ഇബ്നു അബീ ശൈബ അറിയില്ലേ? അത് ഇമാം ബുഖാരിയുടെ ഉസ്താദാ. അങ്ങനെയാണ് പോണത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കേട്ട ആളുകൾ സംശയിക്കുക, അങ്ങനെ ഉണ്ടോ? കിതാബിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാലും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അമീറുൽ മുഅ്മിനീനും കൂടി ഫാത്തിമ ബീവിയുടെ വീട് കരിച്ചു എന്നോ കൊന്നോ എന്നോ ഇല്ല. അവരത് ചെയ്യുമോ? അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തന്നെ റഹ്മാഉ ബൈനഹും എന്നല്ലേ. അതിനെതിരെ ഒരു ചരിത്രമുണ്ടാകുമോ? പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം,
ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ ഗൗരവമുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. അല്ലെങ്കിൽ വാളൂരുന്നതാണ്. എത്ര വട്ടമാണ് അമീറുൽ മുഅ്മിനീൻ ഉറയിൽ നിന്ന് വാളൂരിയത്? പക്ഷെ ഊരിയതിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് വെട്ടിയിട്ടുണ്ടോ, അടിച്ചിട്ടുണ്ടോ, തോണ്ടിയിട്ടുണ്ടോ? ദീനിയായ മസ്ലഹത്തിന് വേണ്ടി ഊരൽ അവരുടെ പതിവാണ്. പലപ്പോഴും ഗൗരവമുള്ള വാക്കുകൾ പറയലും അവരുടെ പതിവാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം കുളിപ്പിക്കലോ അനുബന്ധമായ സംസ്കരണങ്ങളും നടക്കുന്ന കാരണത്താൽ ഖിലാഫത്തിന്റെ മീറ്റിംഗിൽ സിറ്റിംഗിൽ അവരുണ്ടായിട്ടില്ല. ആ വിഷയത്തിൽ അവരോട് മുശാവറ ചെയ്തിട്ടില്ല. അപ്പൊ സ്വഹാബാക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ സ്വഭാവമല്ല. ഉള്ളിൽ ഒരു പരാതി വന്നാൽ കൃത്യമായി തീർക്കാൻ അത് പുറത്ത് കാണിക്കുന്നവരാ. ആ നിലയിൽ അവരുടെ വിഷമം അവർ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് എന്നല്ലാതെ മുസന്നഫ് ഇബ്നു അബീ ശൈബയില് അവര് ബൈഅത്ത് ചെയ്തിട്ടില്ല എന്നോ വീട് കത്തിച്ചോ എന്നോ ഇല്ല. അതൊക്കെയുള്ളത് ജാഹിലീങ്ങളായ ശിയാക്കളുടെ വിഷാംശം കലർന്നിട്ടുള്ള പാള ഏടുകളിലാണ്. അതെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ കിതാബിലെ വരികൾ വായിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത അർത്ഥം വെച്ചുകൊണ്ട് ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ആളുകള് മിമ്പറ കീഴടക്കുന്ന കാലമാണ്. അവരിലേക്കാ നിങ്ങൾ പ്രബോധകന്മാരായി ഇറങ്ങുന്നത് എന്ന് എന്റെ മഹാന്മാരായ സ്നേഹിതന്മാരായ അൻവരികളോട് ഉണർത്തുകയാണ്. അതോടുകൂടി സുന്നത്ത് ജമാഅത്തിന് ഭീഷണിയുള്ള കാലമാണ്. സുന്നത്ത് ജമാഅത്ത് ആദർശം വളരെ കൃത്യമായി ആരുടെ മുമ്പിലും പറയാനുള്ള ആണത്വം ഉണ്ടാകണേ. അവിടെ പണത്തെ പേടിക്കണ്ട, പ്രശസ്തിയെ പേടിക്കണ്ട, പ്രതാപത്തെ പേടിക്കണ്ട. നമ്മുടെ പ്രസംഗം കൊണ്ടൊരു മഹലിൽ ഫിത്ന ഉണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിൽ അതാ ഉള്ള സ്ഥലത്ത് കുറഞ്ഞു പോകരുത്. നേരെ മറിച്ച് പറയേണ്ട സ്ഥലങ്ങൾ വന്നാൽ കൃത്യമായി ആദർശം പറയാനുള്ള ആണത്വവും ആർജിച്ചുകൊണ്ടാണ് മഹദിയായ ബീവിയുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ സ്ഥാപനം ഒരു വലിയത്തിന്റെ കിനാവിൽ നിന്ന് ഉടലെടുത്തതാ. അവര് കിടക്കുന്ന സമയത്ത് ഈ തെങ്ങും തോപ്പിൽ ഒരു പ്രകാശം കാണുകയാ. ആ പ്രകാശമുള്ള സ്ഥലത്താണ് പിന്നീട് അൻവരിയ കോളേജ് വന്നത്. ആ കോളേജിലാണ് നിങ്ങൾ ഓതി പഠിച്ചത്. ഏതുപോലെ പ്രിയപ്പെട്ടവരെ, വെല്ലൂര് ബാഖിയാത്ത് സാലിയാത്തിന്റെ ബാനിയായ ബാനി ഹസ്രത്ത് റഹിമഹുല്ലാഹ് ഹറമിൽ പോയി ആ ഹജ്ജിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് കിനാവല്ലേ അവരുടെ നാട്ടിൽ ഒരു മനോഹരമായ മരമാ. അതിൽ നിറയെ പഴങ്ങളാ. ആ പഴങ്ങൾ കഴിക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പക്ഷികൾ പാറി വരികയാ. അവരതിന്റെ തായ്ബീർ ചോദിച്ചുകൊണ്ട് പിറ്റേ പ്രഭാതത്തിൽ നടക്കുകയാ. ഒരു ആരിഫായ തായ്ബീർ അറിയുന്ന മഹാൻ പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയാൽ വിജ്ഞാന കുതികളായ മുത്തഅല്ലിമീങ്ങൾ പഠിച്ച് ബിരുദമെടുക്കുന്ന ഒരു സ്ഥാപനം നിങ്ങളുടെ കയ്യാൽ ഉയരുമേ. ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ നിലയും വിലയും എത്രയാ. സമാനമായ അനുഭവമല്ലേ ഈ അൻവരിയ കോളേജിനുള്ളത്. നിമിഷ നേരം കൊണ്ട് മഹാനായ ബീരാൻ ഔലിയുടെ നെവർ കൊണ്ട് വിലായത്തിന്റെ സമുന്നതമായ സ്ഥാനത്തേറി അല്ലാഹ് എന്ന ദിക്റിൽ ഫനാ പ്രാപിച്ചുകൊണ്ട് മിനല്ലാഹ് ഇലല്ലാഹ് മഅല്ലാഹ് ബില്ലാഹ് ലില്ലാഹ് എന്ന സ്കെയിലിൽ മാത്രം ജീവിതം നിയന്ത്രിച്ച ആ കാലഘട്ടത്തിന് നഫീസത്തുൽ മിസ്രിയായ ആ കാലഘട്ടത്തിന്റെ റാബിയത്തുൽ അദവിയായ ഒരു മഹദിയായ വലിയത്ത് അവരാരാണെന്നറിയോ? മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയില്ലേ. അവര് വലിയാണെന്നതിൽ നമുക്ക് തർക്കമില്ലല്ലോ. അവര് മശായിഖ്മാരുടെ ശൈഖല്ലേ, ആരിഫീങ്ങളുടെ റഈസല്ലേ. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ പലപ്പോഴും ഈ മഹദിയുടെ അരികില് പല പരാതിയുമായി വന്നിരുന്നു എന്ന് വന്നാൽ ഈ മഹദിയുടെ ദറജ എത്രയാ, അവരുടെ ദറജ എത്രയാ. ആ മഹദിയുടെ തർബീയത്തിലാണ് ഇപ്പോഴും നിങ്ങളുള്ളത്. ആ മഹദിയായതോ കൽബിന്റെ ഒളു, കൽബിന്റെ ജനാബത്ത് കുളി, കൽബിന്റെ തയമ്മം, കൽബിന്റെ മിസ്വാക്ക് ഇതൊക്കെ ചെയ്തിരുന്ന ആളാണ് മഹാനായ ബീരാൻ ഔലിയ. അവര് വലിയ ആളായിരുന്നു. ശരീഅത്തും ത്വരീഖത്തിന്റെ ബഹർ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആധ്യാത്മികയുടെ ആഴിയിലേക്ക് ഊളിയിട്ട് മുത്തു
മുത്തും പഴവും പെറുക്കിയ മഹാനാണ്, ഒരു വലിയ മുത്തഹ്ബഹിറാൻ, അള്ളാന്റെ പല ഔസാഫ് കൊണ്ട് മുത്തസിഫാൻ മഹാനാ ബീരാൻ ഔലിയ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു കൊടുക്കുകയാണ്. ഒരു സ്ഥലത്ത് അവര് കുട്ടികളെല്ലാരും കൂടി ഒരുമിച്ച് കൂടി കുറെ ദിക്റല്ലിയാൽ അവരിങ്ങനെ പൈസ എല്ലാവർക്കും കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. ഒരു സമയത്ത് അവരെ പോക്കറ്റിലൊന്നും പൈസ ഇല്ല. കോട്ട ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നടക്കാറുണ്ട്. ആ കോട്ടാണെങ്കിൽ അലക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് അലക്കുന്ന ആളെ അലക്കിയിട്ട് പുറത്ത് തോരട്ടും ചെയ്തിട്ടുണ്ട്. ബനിയാൻ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ പുറക്കാരനോട് പറഞ്ഞു ഇവർക്കൊക്കെ പൈസ കൊടുക്കണല്ലോ, ആ പൈസ തരുമോന്ന് വെച്ചു. പുറക്കാനെടുത്ത് അപ്പൊ പൈസ ഉണ്ടായിരുന്നില്ല. വന്ന ആളുകൾക്ക് കൊടുക്കും വേണം. ബീരാൻ ഔലിയ ഉടനെ തന്നെ പറഞ്ഞു പോൽ എന്നാ ആ തിരുമ്പിട്ട് അലക്കിയിട്ട കോട്ടിന്റെ പോക്കറ്റ് കൈയിട്ടോ ഇവർക്കൊക്കെ തയ്യണ പൈസ അതിലുണ്ടാവും. പുറക്കാരൻ പോയിട്ട് ആ കോട്ടെടുത്തിട്ട് പോക്കറ്റിൽ കൈയിട്ടപ്പോ പൈസ കൊണ്ട് പൈസ എല്ലാവർക്കും തയ്ഞ്ഞെന്ന് പറയും. അത് എങ്ങനെയെന്ന് ചോദിക്കല്ലേ, എങ്ങനെയെന്ന് ചിന്തിച്ചാ പിടുത്തം കിട്ടാത്തതിനാണ് ബായി കറാമത്ത് എന്ന് പറയാം. പിന്നെ ഇഞ്ഞപ്പാ എങ്ങനെയെന്ന് വെച്ചാൽ എന്താട്ട്. അപ്പൊ ചോദിക്കും ബീരാനൗലിനെ കുറിച്ച് ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? ഇനി ബീരാനൗൽ ഉണ്ട് എന്നുള്ളത് ഖുർആനിലില്ലല്ലോ. അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് ഖുർആനിലില്ല. ബുഖാരിയിലുണ്ടോ മൊലിയരെ? ബുഖാരിയില് അൻവരിയ കോളേജ് ഉണ്ട് എന്നുണ്ടോ? ബുഖാരിയിലുണ്ട്. എല്ലാം ബുഖാരിയിൽ വേണോ? എല്ലാം ഖുർആനിൽ വേണോ? അങ്ങനെ കുറച്ച് ആൾക്കാർ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ പറയും. രേഖ ഉണ്ടാവണം. അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട. അത് സോഷ്യൽ മീഡിയ കയറിയിട്ട് മേടല്ലോ. അങ്ങനെ ഒരു സംഗതി ഇല്ല. മറച്ചക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ അഹ്ലു സുഫയിൽ ക്യാപ്റ്റൻ അല്ലായിരുന്നു അബൂ ഹുറൈറ. ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യല്ലേ, ക്യാപ്റ്റൻ ആയിരുന്നു, ക്യാപ്റ്റൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് കേട്ടാലും ഓർമ്മ ഉണ്ടാവില്ല. പരാതിയേറ്റ് എവിടെ പോയത്? അന്നത്തെ ഡോക്ടറെ അടുത്തേക്കല്ല, പച്ചമരുന്നുകാരന്റെ അടുത്തേക്കല്ല. എവിടാ പോയത്? ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ചിലപ്പോ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് പരിഹരിക്കപ്പെടാത്ത ഉസ്താദ്മാരുടെ അടുത്ത് പോയാൽ പരിഹരിക്കപ്പെടും. നമ്മളൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട്. അവര് മനസ്സറിഞ്ഞിട്ടും തരണം. അത് വല്ല വെറുതാക്കൂല, അതല്ല വെറുതാക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മുത്തു മുസ്തഫാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി സമീഅതു മിൻക ഹദീസൻ കസീറാ. ഞാൻ അവിടുത്തിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേൾക്കുന്നുണ്ട്. ഫാൻസാഹു യാ റസൂലല്ലാഹ്, കേട്ടതൊക്കെ ഞാൻ മറക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയങ്കരനായ ശിഷ്യൻ വന്ന് തനിക്ക് എന്ത് കേട്ടാലും ക്ലിക്കാകുന്നില്ല, മെമ്മറി കുറഞ്ഞതുകൊണ്ട് മറന്നു പോവുകയാണ് എന്ന് പരാതി പറഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂൽ തിരിച്ചു പറഞ്ഞത്, മരുന്നിനുള്ള ആ മറവിക്കുള്ള മരുന്ന് എന്റെ അരികിലില്ലല്ലോ, അത് അള്ളാനോട് ചോദിച്ച് പരിഹാരം തേടേണ്ട കാര്യമല്ലേ. അബൂ ഹുറൈറ നിനക്ക് സ്ഥലം മാറിയോ എന്ന് ചോദിച്ചില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളില് ഒരു ഷാൾ ഉണ്ടായിരുന്നു. മുത്തു മുസ്തഫ ഷാൾ നോക്കിയിട്ട് പറഞ്ഞു, അതാ അബൂ ഹുറൈറ നിന്റെ തട്ടമൊന്ന് നീട്ട്, ഒന്ന് വിരിക്ക് അബൂ ഹുറൈറ. ആ തട്ടമൊന്ന് വിരിക്ക് അബൂ ഹുറൈറ. ഇസ്ലാമിനെ വക്രീകരിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം. ഈ മറവിയും തട്ടം വിരിക്കലും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മറവി ഉണ്ട് എന്നാ എന്റെ മുണ്ട് നീട്ടുന്ന പറയാ. പക്ഷെ ഇത് ആള് വേറെയാണ്. ഇത് അക്കല് കൊണ്ട് ദീനിനെ അളന്നിട്ട് പറ്റാത്ത തള്ളുന്ന ആളല്ല. ഇത് റസൂലുള്ളാഹിനെ മുഴുവനായി കലക്കി കുടിച്ച ആളാണ് മഹാനായ അബൂ ഹുറൈറ. അങ്ങനെയല്ലേ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയാണെങ്കിലും എഴുതി വെക്കും. എന്തെന്നൊന്നുമില്ല, എന്ത് പറഞ്ഞാലും എഴുതി വെക്കും. അപ്പൊ ചിലര് പറഞ്ഞു, എന്താ എന്റെ കഥ? എല്ലാം എഴുതിയേക്കള്ള. അത് ബശറല്ലേ, ഒരു മനുഷ്യനല്ലേ, ദേഷ്യം പിടിച്ച് സംസാരിക്കും, ചിലപ്പം സ്നേഹത്തോടെ സംസാരിക്കും. അപ്പൊ അതൊക്കെ ചിലപ്പം ശരിയാവില്ലല്ലോ. അതൊക്കെ പ്രമാണമായിട്ട് എഴുതാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ദേശ സമയത്തുള്ള ഉണ്ടാവും, സ്നേഹ സമയത്തുള്ള ഉണ്ടാവും. അതിനൊക്കെ ചിലപ്പം മാന ഉണ്ടാവില്ലല്ലോ. ഒക്കെ എഴുതിയേക്കാൻ നിൽക്കുക. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തൽക്കാലം എഴുത്ത്. പക്ഷേ നിർത്തിയ മുഴുവൻ നിർത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുത്തുനബിയെ ഞങ്ങളെ തൊള്ളേന്ന് വീഴുന്ന എല്ലാ അക്ഷരങ്ങളും എഴുതുന്ന ആളായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംസാരം കേട്ടു. നിങ്ങൾ എങ്ങനെയാലും മലക്കല്ലല്ലോ, മനുഷ്യനല്ലേ, മനുഷ്യന് ദേഷ്യം പിടിക്കും. തെറ്റെയ്യുന്നല്ലട്ട പറഞ്ഞ് ദേഷ്യം പിടിക്കും, സ്നേഹത്തോടെ പറയുന്നുണ്ടാവും. അതൊക്കെ പ്രമാണമായിട്ട് എഴുതിയേക്കാൻ പറ്റില്ല. അപ്പോഴാണ് പറഞ്ഞത്, അംറേ നീ എന്ത് കരുതി? മാ ഖറജ മിന്നി ഇല്ലൽ ഹഖ്, ഹഖല്ലാതെ എന്നിൽ നിന്ന് വന്നിട്ടില്ല, ഇനി വരികയും ഇല്ല. ഇതാണ് മുഹമ്മദ് മുസ്തഫ.
ആ മുസ്തഫ നബിയുടെ മുമ്പിൽ വന്ന് അബൂ ഹുറൈറ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പ്രയാസമാണ് മുത്തുനബിയെ. മുത്തുനബി പറഞ്ഞു, നിന്റെ തട്ടമൊന്ന് വിരിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫളമംതുഹു, എന്റെ തട്ടം ഞാനൊന്ന് നീട്ടിക്കൊടുത്തു. ഫബസത്തുഹു, എന്റെ തട്ടം ഞാനൊന്ന് നീട്ടിക്കൊടുത്തു. ഫവറഫ ബിയദൈഹി, ഞാൻ തട്ടം നീട്ടി. അപ്പൊ റസൂലുള്ളാഹിന്റെ പണി എന്താരോ, ഇന്നത്തെ ആളുകൾ എങ്ങാനും ക്യാമറയിൽ പിടിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ട്രോളാൻ പറ്റുന്ന പണിയാണ്. അവരെ കയ്യിലെങ്ങാനും ഈ ചിത്രം ഇന്ന് ക്യാമറ കിട്ടിയാൽ ഖിയാമത്ത് നാൾ വരെ പല്ല് പുറത്തേക്കിട്ട് നഖവും പല്ലുപയോഗിച്ച് നഖശിഖാന്തം ഇതിനെ പരിഹസിക്കും. കാരണം ആ തട്ടത്തേക്ക് ഇങ്ങനെ കോരിയിട, ഒന്നൊട്ടില്ലേനും കാണാൻ ഒന്നുമില്ല, ഇങ്ങനെ കോരിയിട. നമ്മളാണെങ്കിൽ ബാൻ പിടിച്ചിട്ട് കുതിരട്ടത്ത് കൊണ്ടുപോകില്ലേ. നമ്മളിപ്പോ പാടുണ്ട്, ഞാൻ അന്ന് ഇല്ലായിരുന്നല്ലോ, എനിക്ക് മദീനത്ത് അന്നുണ്ടാ, നമ്മളന്ന് ഉണ്ടായോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാർ പാട്ട് പാടുണ്ടായിക്കോട്ടെ, പാട്ട് പാടുന്നത് നല്ലതാണ്. എനിക്ക് അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റിയില്ല, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അന്ന് ജീവിച്ചോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഓരോ ആളുകൾ ഏത് കാലത്ത് കൊണ്ടുവരണം എന്ന് അള്ളാഹ്ക്ക് അറിയാം. പാട്ട് ഇഷ്കിന് പാടാം, പക്ഷെ അല്ല എന്തുകൊണ്ട് ഇക്കാലത്ത് ഓടുന്നു, നമ്മൾ ഇക്കാലത്തെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇക്കാലത്ത് ഓടുന്നു. ഇനി അക്കാലത്ത് കൊടുന്ന ആൾക്കാർ ഇത്തിബായി, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. ഞാൻ ദീർഘമായി പറയുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിരിക്കപ്പെട്ട തട്ടത്തിലേക്ക് മുത്തു മുസ്തഫ അന്തരീക്ഷത്തിൽ നിന്ന് വാരിയെടുത്ത് കോരിയിടുകയാണ്. അപ്പൊ 3 വട്ടം ആവർത്തിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മ അബൂ ഹുറൈറ അത് നെഞ്ചത്തേക്ക് കൂട്ടിപ്പിടിച്ചോ. അബൂ ഹുറൈറ ഇതിലൊന്നുമില്ലല്ലോ നബിയെ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്താണ് വാരിയത് എന്ന് ചോദിച്ചില്ല. മുതറദ്ദിദായില്ല, ശാക്കായില്ല, ഒന്നുമില്ല. ഫളമംതുഹു, കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഷാളങ്ങ് നെഞ്ചത്തേക്ക് കൂട്ടിപ്പിടിച്ചു. എന്നിട്ടുള്ള അനുഭവം അബൂ ഹുറൈറ പറയട്ടെ, ഫമാ നസീതു ഹദീസൻ ബഅദ, പിന്നെ ഞാനൊരു ഹദീസ് മറന്നിട്ടില്ല. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പച്ചക്ക് പരിഹസിക്കുന്ന കള്ളൻ എന്ന് പറയുന്ന കാലമാണ്. മഅദല്ലാഹു, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം മാവർദി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഞാനൊരു അങ്ങാടിയിൽ ഇരിക്കുകയാണ്, അവിടെ ഒരു ചർച്ച വന്നു. ആ ചർച്ചയിൽ അതിശക്തമായിട്ട് വാദിക്കുന്ന ഒരാൾ, അയാളെ ഗണ്ണിക്കാൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആലിമ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. അപ്പൊ ഇയാൾ ശിയക്കാരനാണ്. കേട്ടപാടെ ഇയാൾ പറഞ്ഞു, അബൂ ഹുറൈറ ലാലുൻ മുളില്ലുൻ വൈറു മഖബൂൽ, അബൂ ഹുറൈറ പഴച്ചവനും പഴപ്പിക്കുന്നവനും അസ്വീകാര്യനുമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ആ സദസ്സിലേക്ക് ഒരു വലിയ പാമ്പ് വന്ന് വീഴുകയാണ്. ആ പാമ്പ് ഒരുപാട് ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാതെ ഈ പറഞ്ഞവന്റെ ശരീരത്തിൽ കയറിയിട്ട് ആഞ്ഞു കൊത്തുകയാ, അവനെ നശിപ്പിക്കുകയാ. പിന്നെ പാമ്പങ്ങ് പോവുകയാ. ചില വാക്കുകൾ ഗൗരവമാണ്. ചിലപ്പോൾ ദുനിയാവിൽ നിന്നതിന്റെ സൈഡ് എഫക്റ്റ് വരൂ. ഇനി ദുനിയാവിൽ നിന്ന് വന്നില്ലെങ്കിൽ ഖബറുകളിൽ പാമ്പുകൾ കൊത്തുമേ, നരകത്തിൽ പാമ്പുകൾ കൊത്തുമേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവവി റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക മസ്അലകളിൽ മറ്റുള്ളവർക്കില്ലാത്ത വീക്ഷണമുണ്ട്. അത് പലതും ഇഹ്തിയാത്തിന്റെ ഭാഗമാണ്. ആ വിഷയത്തിൽ പെട്ടതല്ലേ താടിയും മീശയും മുളക്കാത്ത ചെറിയ കുട്ടിയെ ലദ്ദത്തില്ലെങ്കിലും നോക്കൽ തെറ്റാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ശാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം ലദ്ദത്തോടു കൂടി നോക്കലാണ് തെറ്റ് എന്നാണ്. പക്ഷേ നബി ഇമാമിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് അന്നുണ്ടായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു പണ്ഡിതൻ നബി ഇമാമിനെ രൂക്ഷമായി വിമർശിക്കുകയാ. പലതും പറഞ്ഞുകൊണ്ട് അത് ശക്തമായി നേരിടുകയാ. മസ്അലയിൽ അഭിപ്രായത്യാസം പറയാം, അതിനൊരു ഭാഷയ്ക്ക് ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി ആള് ചെറിയ ആളല്ല, വലിയ ആളാ. ചെറിയ ആളല്ല, വലിയ ആളാ. പ്രസംഗത്തിലൊക്കെ ആർക്ക് നേരെയും ഭാഷ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കുന്നത്, പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാര് ശ്രദ്ധിക്കണത് നല്ലതാണ്. ആള് പൊരുത്തപ്പെട്ട ആളാണോ അല്ലേ നമുക്കറിയില്ലല്ലോ.
നമുക്ക് ആശയങ്ങൾ പറയാം, എല്ലാം പറയാം. പക്ഷേ പരിധി വിട്ടുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പറയരുത്. പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ സ്റ്റേജിൽ നിന്ന് എത്രയോ ആളുകൾ ഉണ്ടായിരുന്നില്ല ആദർശ അംഗീകാരം ചെയ്യുന്ന, അവരാരെയും പരസ്യമായി വിമർശിക്കൂലല്ലോ, പേരെടുത്ത് പറയില്ലല്ലോ. അങ്ങനെ പറയാം. പേരെടുത്ത് താറടിച്ച് നമ്മൾ ആളുകളെ വ്യക്തി തേജോവധം ചെയ്താൽ അത് നെഞ്ചത്തേക്ക് തിരിച്ചടിക്കും. ഇമാം നവവി തങ്ങളെ ഇതേ നേരിട്ടത് അദ്ദേഹം മനസ്സിലാക്കിയ മസലക്ക് എതിരായതുകൊണ്ടാണ്. പക്ഷെ പരിധി വിട്ടു. ഈ മഹാനായ മനുഷ്യൻ മരിച്ചു, അവരെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. കഫൻ ചെയ്യണ സമയത്ത് ആളുകൾക്കിടയിലേക്ക് ഒരു പൂച്ചയേക്കാൾ വലുപ്പമുള്ള, എന്നാൽ പുലിയുടെ അത്ര വലുപ്പമില്ലാത്ത, അന്ന് വരെ ആരും കാണാത്ത ഒരു മൃഗം ചീറി വന്നു, ആളുകളെ വകഞ്ഞു മാറ്റി. ഈ മഹാനായ പണ്ഡിതന്റെ വാ പിളർന്നു, ആ നാവ് കടിച്ചെടുത്തിട്ട് ഒരൊറ്റ ഓട്ടമാണ്. നവയുമാമിനെ കുറ്റം പറഞ്ഞ് നാവായിട്ട് കബറ് പോണ്ട. നമ്മളെ നാവ് കടിച്ചെടുക്കാൻ ചിലപ്പം പുറത്തുനിന്ന് മൃഗങ്ങൾ വരില്ല, പക്ഷെ നാവ് കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? കെലിമ ചെല്ലുക, മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി അറിയാം. അതിന് ചിലപ്പോൾ നാവ് വഴങ്ങൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഞാൻ പബ്ലിക്കിനോട് ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഇവരെ നമ്മൾ താങ്ങണം, ഈ സ്ഥാപനത്തിനെ നമ്മൾ താങ്ങണം. ഇവിടെ വന്ന് നിങ്ങളെ ഇടക്കിടക്ക് സിയാർത്ത് ചെയ്യണം. തക്കാസുറാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. തക്കാസുറിനെതിരാണ് വാള്. വാള് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ സജ്റുൻ നഫ്സി, സജ്റുൻ നഫ്സി. അമ്മ യസ്തഖിലു ബിദൂനില്ല, അല്ലാഹ് അല്ലാത്തതിനെ കൊണ്ട്, അതന്നെ തക്കാത്തുർ എന്ന് പറഞ്ഞാൽ ജസദിന്റെ ആട്ടത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾക്ക് പിന്നാലെ പോവുക. അതിൽ നിന്ന് തടയാനാണ് വഅള്, വേറൊന്നിനുമല്ല. അൽഹാഖുമുത് തക്കാസുർ. അത്തക്കാസുർ ഏതാണ്? തക്കാസുർ ഇൽമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹു വതകാസുറും ബൈനകും വതകാസുറും ബൈനകും പറഞ്ഞില്ലേ? തഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസൽ غيث أعجب الكفار نباته ثم يهيج فتراه مصفرا. പ്രിയപ്പെട്ടവരെ, ദുർഗമായി പറയുന്നില്ല, ആ തക്കാസുറിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടില്ല. ഹത്താ സുർത്തും, നിങ്ങൾ സിയാർത്ത് ചെയ്യുന്നവരെ അൽ മക്കാബിർ, മഹാന്മാരുടെ ഖബറുകൾ. അപ്പൊ ഇവിടെ നിന്ന് സിയാർത്ത് ചെയ്താൽ തക്കാസുറിൽ നിന്ന് രക്ഷപ്പെടും. എന്തുകൊണ്ട്? പലതുകൊണ്ട്. ഒന്ന്, കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുൽ മൗത. തർക്കമില്ലാത്ത ഒന്ന്. രണ്ട്, മുഅ്മിനായ മനുഷ്യന്റെ ഖബർ റൗളയാണ്. ഖബറുൽ മുഅ്മിനി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മഹാന്മാരുടെ മഖബറുകൾ റൗളയാണ്, അവർ മുഅ്മിനീങ്ങളാണ്. അവിടെ വന്നിട്ട് നമ്മൾ സലാം പറഞ്ഞാൽ ഓല് സലാം അടക്കൽ സ്വർഗ്ഗത്തിനാണ്. ഓല് സലാം അടക്കലെന്നെ സ്വർഗ്ഗത്തിനാണ്. ഇടക്കിടക്ക് ഈ മഹദികളുടെ, ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വരണേ. അതേപോലെ ഈ സ്ഥാപനത്തിന് സഹായിക്കണേ. കണ്ടോ, ഈ കോട്ടിട്ട പണ്ഡിതന്മാർ തലപ്പാവും ധരിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ളത് സനദ. ഇനി ഓരോ പണ്ഡിതന്മാർക്കും പറയാൻ കഴിയും അവർക്ക് സനദ് കൊടുത്ത ഉസ്താദ് ആരാണോ, അവരെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദ് ആരാണോ, ആ ഉസ്താദ് മുതൽ റസൂലുള്ള വരെയുള്ള പേരും ചരിത്രവും പറയാ ഈ മഹാന്മാർക്ക് കഴിയുന്നതാണ്. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇൽമ പറഞ്ഞു തന്ന ഉസ്താദ് മഹാനായ മുഹമ്മദ് ബാക്കവിയാണ്. അവരെ തൊട്ട് റസൂലുള്ള വരെയുള്ള പരമ്പര ഈ മുതഅല്ലിമിന്റെ കയ്യിലുണ്ട്. മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മഹല്ലിൽ നിൽക്കുമ്പോ ആ മഹല്ലിൽ ദീനീ ദഅവത്തിന് തടസ്സമുള്ള പ്രശ്നങ്ങൾ വന്നാൽ ആ സനദിൽ കോറിയിടപ്പെട്ട മഹാന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ മേൽ തവസ്സുലാക്കി, അവരുടെ മേൽ ഫാത്തിഹ ഓതി അവരെ തവസ്സുലാക്കി പടച്ചവനോട് തേടിയാൽ ഏത് കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സനദ് നമുക്ക് ഉപകരിക്കുമേ. ഈ സനദിനൊരു ലക്ഷ്യമുണ്ട്. ആ സനദിന് വേണ്ടി താങ്ങും തണലുമാകുന്നവരുണ്ട്. ആ സനദിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ സനദിന് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഹുദ്ഹുദ് പോകും. എന്തുകൊണ്ട്? സുലൈമാൻ നബിക്ക് വേണ്ടി പാറി നടന്ന പക്ഷിയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവര്, ഈ മുതഅല്ലിമീങ്ങളെ പണ്ഡിതന്മാരാക്കാൻ പാറി പറക്കുന്നവരില്ലേ, ബൈക്കിൽ പോകുന്നവരില്ലേ,
കാറിൽ പോകുന്നവരില്ലേ, ഭക്ഷണം നൽകുന്നവരില്ലേ, വസ്ത്രം നൽകുന്നവരില്ലേ, ഒരു കൊല്ലത്തെ ഭക്ഷണം ഏറ്റെടുത്തവരില്ലേ, 6 മാസത്തെ ഭക്ഷണം ഏറ്റെടുത്തവരില്ലേ, ഒരു ദിവസത്തേത് കൊണ്ട് പിടിച്ചു നിന്നവരില്ലേ, ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ, സദസ്സിലില്ലേ, സദസ്സ് പിരിഞ്ഞാലില്ലേ, വെറുതെ ആവില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല സ്വതക്കയെ കുറിച്ച് പറഞ്ഞ് അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അവസാനം പറഞ്ഞത് ഇൽമിന് കൊടുക്കുന്ന സ്വതക്കയാ, പിന്നെ പറഞ്ഞില്ല. കാരണം ആലിമിന് വേണ്ടി, മുതല്ലിമിന് വേണ്ടി, ഇൽമിന്റെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുന്ന സ്വതയേക്കാൾ ഈ ഭൂമിയിൽ മറ്റൊരു സ്വതക്ക അഫ്ളലായിട്ടില്ല എന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നന്നായി സദഖയ്യ ദീർഘമായി പറയുന്നില്ല, പിരികയാണ്. ഈ സമയത്ത് ഈ പരന്ന് ചിതറി ആകാശഗംഗയിൽ നിന്ന് പൊട്ടിവീണ നക്ഷത്രങ്ങളാണോ എന്ന് തോന്നുമാറ് ഈ സദസ്സിന്റെ പരിശുദ്ധിക്ക് മാറ്റുകൂട്ടി പ്രക്ഷോഭിതരായിട്ടിരിക്കുന്ന, കോട്ടിട്ട പണ്ഡിതന്മാരുടെ പിറകിലായിട്ടിരിക്കുന്ന തലപ്പാവുധാരികളായ ശിആറുള്ള ഒരുപാട് മുതഅല്ലിമീങ്ങൾ